പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മിക്സ്ഡ് വെജിറ്റബിൾ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ഒരു 3 ബീട്രൂട്ടും 4 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പിലിട്ട കുറച്ച് മാങ്ങയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ബീട്രൂട്ടും ക്യാരറ്റും ഇതാ നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയും ഞാനിതാ ഒരു 2-3 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1/2 കപ്പോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നാളൊക്കെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നല്ലെണ്ണ നല്ല പോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലൊക്കെയുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ കഷ്ണം കട്ടക്കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂണോളം തന്നെ അച്ചാർ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോവരുത്. തീ നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷം മൂപ്പിച്ചെടുത്താൽ മതി. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ക്യാരറ്റിനും ബീട്രൂട്ടിനും കുറച്ച് വേവുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഇതാ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒരു പാകത്തെ വേവായി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. നമ്മുടെ പുളിക്ക് ആവശ്യാനുസരണം ഉള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് ഒന്നും കൂടെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കുറേ നാൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത്. വെറും ചോറിനും നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.